ലോകത്ത് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാന പ്രചരണ വിഷയമാകുന്നത് വികസനവും അവരുടെ നേട്ടങ്ങളുമൊക്കെ എണ്ണിപ്പറഞ്ഞായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ അത് മതവും ജാതിയും നിറവും മറ്റുമായി മാറാറുണ്ട്. ഇന്ത്യയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷേ എല്ലായിടത്തും സംഭവിക്കുന്നതല്ല കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം എല്ലായിടത്തും ഭരണകക്ഷിയുടെ വീഴ്ചകളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അത് വലിയ പ്രചാരണ വിഷയമാക്കുന്നതെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളാകട്ടെ, സമരങ്ങളാകട്ടെ, പ്രതിഷേധങ്ങളാകട്ടെ, അത് പ്രതിപക്ഷത്തിന് നേരെ തന്നെ തിരിച്ചുവിടുന്ന ഒരു പാർട്ടിയാണ് കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP. 2014 മണിശങ്കർ അയ്യർ ചായവാല എന്ന് നീട്ടിവിളിച്ചപ്പോൾ നരേന്ദ്രമോദി 272 സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് BJP അധികാരത്തിലെത്തിച്ചു. 2019 മണിശങ്കർ അയ്യരുടെ റോൾ കൈകാര്യം ചെയ്തത് രാഹുൽ ഗാന്ധിയായിരുന്നു. ചൗക്കിദാർ ചോർ ഹേ എന്നുള്ള ഒറ്റ വിളിയിൽ മോദി വീണ്ടും അധികാരത്തിലെത്തി. മൂന്നാമതെത്തുമ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ വകയാണ് അടുത്തത്. കുടുംബമില്ലാത്തവൻ എന്നുള്ള ആക്ഷേപം അതും നേട്ടമാക്കി മാറ്റാൻ BJPക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. 2019 മുതൽ പ്രതിപക്ഷം BJPക്കും കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും നടത്തിയ സമരങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം BJP അടുക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെന്തിനെന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലായുമില്ല. പക്ഷേ 2019 മുതലുള്ള അവരുടെ സമരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തിട്ട് കോൺഗ്രസിനെ വാരി വലിച്ചൊട്ടിക്കുകയാണ്. അതിൽ പ്രധാനം പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. ആ നിയമത്തിനെതിരെ 2019 ഷഹീൻ ബാഗിൽ അടക്കം ഉയർന്ന സമരം, ആ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം കോൺഗ്രസ് മുൻനിരയിൽ നിന്നപ്പോൾ അന്നേ പലരും പറഞ്ഞു ഇത് BJP നേട്ടമാക്കി മാറ്റുമെന്ന്. കോൺഗ്രസ് അത് ചെവിക്കൊണ്ടില്ല. കോൺഗ്രസിന് അത് ചെവിക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരോടൊപ്പമുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ അവർക്ക് എന്നേ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്. അവർക്ക് അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ദക്ഷിണേന്ത്യയുമാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം ഗിമ്മിക്കുകൾ നടന്നേ പറ്റൂ. ഇല്ലായെങ്കിൽ ഇത്തരം പെക്കുത്തരങ്ങൾക്കൊപ്പം കൂട്ടുനിന്നേ പറ്റൂ. അവിടെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് പെട്ടത്. അതിനുശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ മറ്റൊന്ന് മുത്തലാഖിനെതിരെയുള്ള സമരം, അങ്ങനെ അനവധി കാര്യങ്ങളിലേക്ക് നീങ്ങി. ഏറ്റവും ഒടുവിലെ 2 സംഭവങ്ങൾ പറയുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ലോകമെമ്പാടുമുള്ള നേതാക്കളെത്തി. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എത്തി. അവിടേക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ 2 പ്രതിനിധികളെ അയക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് ചെയ്തില്ല. സ്വാഭാവികമായി മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നിടത്ത് ആ മതേതരത്വം സംരക്ഷിക്കാനെങ്കിലും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ആ ഒരു നാക്കുകൊണ്ട് അയോധ്യയിലേക്ക് 2 പ്രതിനിധികളെ അയക്കാമായിരുന്നു. കാരണം പള്ളികളിലും മസ്ജിദുകളും ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളിലുമൊക്കെ കയറിയിറങ്ങുന്ന നേതാക്കൾക്ക് അതൊരു വലിയ വിഷയമേ ആയിരുന്നില്ല. പക്ഷേ അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. മണ്ടത്തരമല്ല, കോൺഗ്രസ് അറിഞ്ഞ് ചെയ്ത ഒരു തന്ത്രമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ കഴിയും. ദക്ഷിണേന്ത്യയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തിയാലേ കുറച്ച് സീറ്റെങ്കിലും ലഭിക്കൂ. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിലേക്ക് പോകാതിരുന്നത്. പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ള ഒരു ഇടം ഉത്തരേന്ത്യ തന്നെയാണ്. അവിടേക്ക് പോകണമായിരുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികൾ സംഘടനാ പ്രവർത്തനമല്ല, ചാരിറ്റി പ്രവർത്തകരുമല്ല. പകരം രാഷ്ട്രീയത്തിലെ ഭരണം തന്നെ ലക്ഷ്യം വെക്കുന്ന ഒന്നാന്തരം പൊളിറ്റിക്കൽ പാർട്ടീസാണ്. തന്ത്രങ്ങൾ അതാത് സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പരാജയമായി പോകും. ഇന്ന് നരേന്ദ്രമോദി നാഴിക്ക് 40 വട്ടം പറയുന്നത് അയോധ്യയിലെ ശ്രീരാമനെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കാത്തവരായിരുന്നു കോൺഗ്രസ്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോലും അവർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അതിന് വലിയ സ്വീകാര്യത UP-യിലടക്കം BJPക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, പണ്ട് ബീഫിനെതിരെ ഒരു സമരം കേരളത്തിൽ നടന്നപ്പോൾ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു പശുക്കുട്ടിയുടെ കഴുത്തറുത്തിരുന്നു. അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു. ആ ചിത്രം അവർ കർണാടക തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ പ്രചാരണം നൽകുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ വലിയ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിലാണ്. കേവലം 1% മാത്രം വോട്ടുള്ള SDPI, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPI UDFന് പിന്തുണ നൽകി. തൊട്ടു പിന്നാലെ അമിത്ഷായാണ് ആദ്യ വെടി പൊട്ടിച്ചത്, അതും കർണാടകത്തിൽ. മോദി കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ പറഞ്ഞത് ഭീകരന്മാരുടെ പോലും പിന്തുണ പരസ്യമായി വാങ്ങുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. ഏതായാലും SDPIയുടെ പിന്തുണ കൊണ്ട് കേരളത്തിലെ UDFന് എന്തെങ്കിലും ഗുണം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ BJPക്ക് ഒരുപാട് ഗുണം കിട്ടും. പിന്തുണ നൽകിയത് കോൺഗ്രസിനാണെങ്കിലും നേട്ടമുണ്ടാക്കിയത് BJP എന്ന് പറയേണ്ടി വരും. അതിനിടയിൽ നമ്മളുടെ കാശ്മീർ വിഷയങ്ങളും ഒപ്പം തന്നെ ചൈന ഇന്ത്യ തർക്കങ്ങളും കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അരുണാചൽ പ്രദേശിലടക്കമുള്ള സ്ഥലങ്ങൾ ചൈന കവർന്നെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ BJP തിരിച്ചടിച്ചത് നെഹ്റുവിൻ്റെ കാലം മുതൽ കവർന്നെടുത്ത ആ ഭൂമികളെ കുറിച്ചായിരുന്നു. ഏതായാലും അതിർത്തി തർക്കത്തിൽ കോൺഗ്രസ് ചൈനയുടെ ഭാഗം നിൽക്കുന്നു, ദേശീയതയ്ക്കെതിരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗത്തെത്തിയപ്പോൾ സച്ചിൻ പൈലറ്റിനെ പോലെ വെളിവും വെള്ളിയാഴ്ചയുമുള്ള ചുരുക്കം ചില നേതാക്കൾ അപകടം മണത്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം റാലിയിൽ പറഞ്ഞത് രാജ്യരക്ഷയുടെ കാര്യത്തിൽ തങ്ങൾ കേന്ദ്ര സർക്കാരിനൊപ്പമാണ്, അതിർത്തി കടന്നും ഭീകരരെ തുരത്തുന്നതിൽ കേന്ദ്രത്തിനൊപ്പം നിൽക്കാനാണ് താനും തൻ്റെ പാർട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ യുവ നേതാവായ സച്ചിൻ പൈലറ്റിന് തുറന്നു പറയേണ്ടി വന്നതും ഈ BJPയുടെ തന്ത്രം കണ്ടുകൊണ്ട് തന്നെയാണ്. അതായത് ലോകത്താദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളും ആരോപണങ്ങളും മറ്റും ഒരു ഭരണകക്ഷിയായ പാർട്ടി
പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഭരണകക്ഷിയുടെ വീഴ്ചകളും മറ്റുമാണ് പ്രതിപക്ഷം നേട്ടമായി ഉണ്ടാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഭരണകക്ഷിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ആകെ ഇപ്പോഴും പറയാനുള്ളത് ഗർഭിണിയുടെയും ശൂലത്തിൻ്റെയും കഥ മാത്രം. ഇതിനാണ് ന്യൂസിൻ്റെ അമലത്തിൽ നിന്ന് പോയിന്റ്. നന്ദി, നമസ്കാരം.